ഇപ്പോൾ ഉച്ചയ്ക്ക് നല്ല ചൂടായിട്ട് നമ്മുടെ ടിങ്കു ചൂടൊക്കെ കൊണ്ട് ഇങ്ങനെ കതച്ച് നിൽക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഉച്ച കഴിഞ്ഞോടുകൂടി നമ്മളവനെ പിടിച്ച് ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഈ ടാപ്പിൻ്റെ അടിയിൽ ഇവനിങ്ങനെ ഇതുപോലെ നിർത്തിയിട്ട് നമ്മൾ ടാപ്പ് തുറന്ന് നല്ല തണുത്ത വെള്ളം ദേഹത്തേക്ക് ഒഴിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ. അങ്ങനെ അവനെ മൊത്തത്തിൽ നമ്മളിത് ഇതുപോലെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. നനച്ചെടുത്തതിന് ശേഷം അവനെ നമ്മളിത് ഈ ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ടാണോ അവനെ നമ്മൾ കുളിപ്പിക്കണേ. ഈ ഒരു ഷാമ്പു നമ്മുടെ ആടുകളെയൊക്കെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഈ ഷാമ്പു ഉപയോഗിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗൽ പോലുള്ള രോഗങ്ങൾ, അതുപോലെ ചെള്ള്, അതുപോലെ തന്നെ പേന് അങ്ങനെയുള്ള ഇതൊന്നും വരാതെ ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തുപോകാനൊക്കെ സഹായിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ടിങ്കുവിൻ്റെ മേത്ത് മുഴുവൻ നമ്മൾ കുറച്ച് ഷാമ്പു ഒക്കെ തേച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് പതപ്പിച്ചു. പിന്നെ ഈ ചെറുപ്രായമുള്ള പപ്പികളുടെ ദേഹത്തൊക്കെ ചെറിയ പാൻ പോലെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ടിങ്കുവിനെ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം നമ്മൾ അവനെ കുളിപ്പിച്ച് ഇതുപോലെ എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നല്ല രീതിയിൽ പതയും കാര്യങ്ങളെല്ലാം പതച്ച് വിടും. പിന്നെ തലയിൽ നമ്മൾ അതുപോലെ വലിയ കാര്യമായിട്ടൊന്നും തേക്കില്ല കേട്ടോ. പിന്നെ ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ചൊന്ന് വടിച്ച് തലയും കഴുകിയെടുക്കും. അങ്ങനെ അവനെ കുളിപ്പിച്ച് ഷാമ്പു ഒക്കെ തേച്ച് കുളിപ്പിച്ച് അവനെ വിട്ടു. അവനെ വിടുന്നേക്കാൾ മുമ്പ് നമ്മൾ അവൻ്റെ തലയും ദേഹവും ചെറുതായിട്ട് ഒരു തുണി എടുത്തൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ അവനെ വിടും കേട്ടോ. അവന് ഈ വെയിലത്ത് ഓടി കളിച്ച് 2 റൗണ്ട് ഓടി നടന്ന് വരുമ്പോൾ തന്നെ അവൻ്റെ ദേഹം എല്ലാം ഉണങ്ങും. അങ്ങനെ കുളിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ അവർ കുടച്ചിൽ കുടയും കേട്ടോ. അപ്പോൾ അതൊരു 50% വെള്ളം അവൻ്റെ ദേഹത്തു നിന്ന് പോകും. പിന്നെ ഈ 2 റൗണ്ട് ഓടി നടക്കുന്നതോടുകൂടി അവൻ്റെ ദേഹത്തെ വെള്ളമെല്ലാം ഉണങ്ങി സെറ്റായി കിട്ടും കേട്ടോ. പിന്നെ അവന് നമ്മൾ പാലും കൊടുത്ത് നേരെ നമ്മളവനെ കൂട്ടിലേക്കാക്കി കേട്ടോ. പിന്നെ അവന് ഏറ്റവും ദേഷ്യം കൂട്ടിൽ കിടക്കാനാണ് കേട്ടോ. അവനെപ്പോഴും ഇതുപോലെ ഓടി നടക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം.